ഈ ആത്മജ്ഞാനം ഏറ്റവും പരമമായ കാര്യം, ഇത് ഏറ്റവും സൂക്ഷ്മമായ വസ്തുവാണ്. അത് നമുക്കിങ്ങനെ ഉള്ളം കയ്യിൽ ഒരു നെല്ലിക്ക എടുത്ത് കാണിച്ചു വെച്ച് കൊടുക്കുന്നത് ഇതാണ് ആത്മാവ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പലതരത്തിൽ അതിനെ ഉപദേശിക്കും. അതിനെ പലതരത്തിൽ ഉപദേശിച്ച് കൊടുക്കുന്ന അതിന് വേദാന്തം പറയുന്നത് അധ്യാരോപം, അപവാദം എന്നിങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. ഇത് രണ്ടും മലയാളത്തിലെ വാക്കുകളല്ല, സംസ്കൃതത്തിലാണ്. അധ്യാരോപം എന്ന് പറഞ്ഞാൽ അതല്ലാത്ത ഒന്നിലും മറ്റൊന്നിനെ ആരോപിക്കുക എന്നുള്ളതാണ്. അപവാദം എന്ന് പറഞ്ഞാൽ ആരോപിക്കപ്പെട്ടതിനെ നിരാകരിക്കുക, അതല്ല എന്ന് പറഞ്ഞ് നിരാകരിച്ച് കളയുക. ഈ രണ്ട് പ്രക്രിയയിലൂടെയാണ് വേദാന്തം പഠിപ്പിക്കുന്നത്. ഈ പ്രക്രിയ ചെയ്യുന്ന സമയത്ത് ഉപനിഷത്തുകളിൽ ഇത് തന്നെ പറയുന്നതിന് വേണ്ടി പല കഥകളുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കഥകളിലൂടെയൊക്കെ ഉപനിഷത്ത് ഈ തത്വത്തെ പ്രതിപാദിക്കുമ്പോഴും അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അത് ചിലപ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഗ്രഹിക്കാൻ നമ്മളെപ്പോലുള്ള സാധാരണ ബുദ്ധി, അതായത് ലൗകികന്മാരായ ആളുകൾക്ക് ജീവിതത്തിൽ ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ സുഖത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ കഠോപനിഷത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഈ ബ്രഹ്മാവ് ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, ബഹിർമുഖങ്ങളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ ഈ 5 ഇന്ദ്രിയങ്ങളും പുറത്തേക്ക് തുറന്നു വച്ചിരിക്കുന്ന ക്യാമറ പോലെയാണ്. അത് ഇങ്ങനെ പുറത്തുള്ള വിഷയങ്ങളെ മാത്രമേ ഗ്രഹിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പുറം ലോകത്തെ മാത്രമേ കാണുന്നുള്ളൂ. പുറം ലോകത്തുള്ള വസ്തുക്കളെ മാത്രം കാണുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ബ്രഹ്മാവ് അങ്ങനെ അവയെ സൃഷ്ടിച്ച് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. പരാഞ്ചിഖാനി വ്യതൃണത് സ്വയംഭൂ ബ്രഹ്മാവ് ഈ ഇന്ദ്രിയങ്ങളെ ബഹിർമുഖങ്ങളായി സൃഷ്ടിച്ച് നശിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ ബഹിർലോകത്തെ മാത്രമേ കാണുന്നുള്ളൂ, ആന്തരികമായ നമ്മുടെ ലോകത്തെ കാണുന്നില്ല, ആന്തരികമായ നമ്മുടെ സ്വരൂപത്തെ കാണുന്നില്ല. തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ കശ്ചിത് ധീര പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുരമൃതത്വമിച്ഛൻ എന്ന് പറയും. ഇപ്പോൾ ഒരാൾ തൻ്റെ സ്വരൂപത്തെ അറിയുന്നു. എങ്ങനെയാണ് അയാൾ ഇന്ദ്രിയങ്ങളെ, ബഹിർമുഖങ്ങളായ ഇന്ദ്രിയങ്ങളെ ഒക്കെ പിൻവലിച്ചിട്ട് അവയെ അന്തർമുഖങ്ങളാക്കി തീർത്തു എന്ന് പറയും. അന്തർമുഖമാക്കി അയാൾ സ്വസ്വരൂപത്തെ തിരിച്ചറിഞ്ഞു. ഈ സ്വസ്വരൂപത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരാൾ നേടേണ്ടതായ പരമമായ കാര്യം. അതാണ് പരമപുരുഷാർത്ഥം. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജീവിതത്തിൽ നേടേണ്ടതായ കാര്യം. അത് മോക്ഷമാണ് എന്നാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ പുരാണങ്ങളായാലും മറ്റ് ശാസ്ത്രങ്ങളായാലും എല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പം ഇങ്ങനെയൊരു കാര്യത്തെ അത്ര ക്ഷിപ്രസാധ്യമാണെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. എത്ര പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും കാലം നമുക്ക് ലോകത്ത് എന്ത് വേണേലും കഴിയുന്നത്രയും കാലം 99 വർഷവും 100 വർഷമാണ് ആയുസ്സെങ്കിൽ 99 വർഷവും നമുക്ക് ഇഷ്ടം പോലെ എന്തും പ്രവർത്തിക്കാം. 100-ാം വർഷം മാത്രം നമ്മൾ ആത്മജ്ഞാനത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ ഒക്കെ ശരിയാകുമെന്ന് വിചാരിച്ചാൽ ശരിയാവില്ല. അതിന് ജീവിതത്തിന് ഒരു കൃത്യമായ പദ്ധതി, ഒരു മാർഗം അവർ നിർദ്ദേശിക്കുന്നുണ്ട്. അതിനാണ് ഈ പറയുന്ന ശമദമാദികളുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആളുകൾ വിചാരിക്കും ഈ കർമ്മങ്ങളൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ, കർമ്മം ചെയ്യുന്നുണ്ട്, ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും ആവശ്യമില്ലേ? കേവലം ആത്മജ്ഞാനം ഉപനിഷത്തുകളൊക്കെ വായിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരിടത്തും പറയുന്നില്ല. അവിടെ കർമ്മങ്ങൾ പലയിടത്തും പറഞ്ഞ കർമ്മാണി ചിത്തശുദ്ധ്യർത്ഥം എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്? നമ്മളിപ്പോൾ കർമ്മം ചെയ്യുന്നത് ഇന്നിപ്പോൾ ഒരു 10 രൂപയുടെ അല്ലെങ്കിൽ ഒരു ഫലം കിട്ടുക. കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ഫലം, കർമ്മം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫലത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പം പിന്നെ കർമ്മം ചെയ്താൽ ഫലം വേണ്ട എന്നാരും ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് എന്ത് കിട്ടും എന്നാണ് നമ്മളെല്ലാവരും ആലോചിക്കുന്നത്. അപ്പം അങ്ങനെ ആലോചിച്ച് ചെയ്യുന്ന സമയത്ത് ആ കർമ്മങ്ങളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ജന്മങ്ങൾക്ക് കാരണമാകുമെന്നും അതുകൊണ്ട് കർമ്മങ്ങളെ അങ്ങനെ ഫലം ആഗ്രഹിച്ച് ചെയ്യാൻ പാടില്ല എന്നും ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ ഫലമൊന്നും വേണ്ട, കർമ്മം വെറുതെ ചെയ്തോളൂ എന്നും, അതായത് അങ്ങനെയും ചിലർ പറയും കർമ്മണ്യേവാധികാരഹത്തെ, നിനക്ക് പണിയെടുക്കാൻ മാത്രമേ അധികാരമുള്ളൂ, നിനക്ക് ഫലവും ചോദിക്കാൻ പാടില്ല എന്ന് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ചിലർ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അത് ദുർവ്യാഖ്യാനമാണ്. കർമ്മത്തിൻ്റെ നിനക്ക് കർമ്മത്തിൽ അധികാരമുണ്ട്, അതിൻ്റെ ഫലം നീ ഇന്നതാകണമെന്ന് ആഗ്രഹിക്കരുതെന്നാണ് പറഞ്ഞത്. നമുക്കൊരു ഒരു ഇന്ന ഫലം തന്നെ വേണമെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് അതിനെ തന്നെ ആഗ്രഹിച്ച് ചെയ്തു കഴിഞ്ഞാൽ കർമ്മം പോലും ശരിയാവില്ല. ഫലം കർമ്മവും കൃത്യമായിട്ട് ചെയ്യാൻ കഴിയില്ല, ഫലവും കിട്ടില്ല. അത് തെറ്റായ വഴികളിൽ കൂടെ നമ്മളെ നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് കർമ്മണ്യേവാധികാരസ്ഥേ മാഫലേഷു കഥാചന എന്ന് പറഞ്ഞാൽ നീ പണം ചോദിക്കരുത്, ജോലി എടുക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം എന്നും കൂടെ മനസ്സിലാക്കണം.
കാരണം അതൊക്കെ ഈ പലപ്പോഴും ആളുകൾ വ്യാഖ്യാനിച്ച് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അവിടെ പറയുന്ന മാ കർമ്മഫല ഹേതുർഭൂഹു, നീ കർമ്മഫലത്തിന്, അതിന് ശങ്കരാചാര്യ വ്യാഖ്യാനിക്കുമ്പോൾ കൃത്യമായിട്ട് പറയാം കർമ്മഫലം എന്ന് പറഞ്ഞാൽ ജന്മമാണ്, ആ ജന്മത്തിന് നീ കാരണമായി തീരരുതെന്നാണ് പറഞ്ഞത്. മാതേ സങ്കോസ്ത്വകർമ്മണി. അപ്പോൾ ഈ ഫലമൊന്നും ഇല്ലാണ്ട് വെറുതെ കർമ്മം ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കർമ്മമൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. കാരണം ലോകത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്ന കർമ്മത്തെ ആശ്രയിച്ചിട്ടാണ്. ഈ പ്രപഞ്ചം തന്നെ പ്രവർത്തിക്കുന്നത് ഒരു സ്ഥിരമായ ഒരു കർമ്മം. അവിടെ പറയുന്നുണ്ട്, ഈ ദേവാൻ പൂജയദാനേന തേ ദേവ പൂജയന്തു വഹ, ദേവന്മാരെ ഈ കർമ്മം കൊണ്ട് നിങ്ങൾ അർച്ചിക്കുക, അവർ നിങ്ങളെ രക്ഷിക്കട്ടെ. പരസ്പരം ഭാവയന്തഃ ശ്രേയപരമവാപ്സ്യത. ദേവന്മാരും അതേപോലെ മനുഷ്യരും പരസ്പര ഭാവന ചെയ്തുകൊണ്ട് പരമമായ ശ്രേയസിനെ പ്രാപിക്കുക എന്നൊക്കെ പറയുന്നിടത്ത് കർമ്മം ചെയ്യണം. പക്ഷേ കർമ്മം ചെയ്യുന്നത് ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, ഉപാസനകൾ ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണ്. ഇത് രണ്ടും ആവശ്യമാണ് ആത്മജ്ഞാനത്തിന്. കാരണം ആത്മജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അവനവൻ്റെ സ്വരൂപത്തെ അറിയുക എന്നുള്ളതാണ്. എല്ലാവർക്കും അവനവൻ്റെ സ്വരൂപം അറിയാം. അപ്പം ഞാനിവിടെ ഈ ഒരു കസേര ഇരിക്കുന്ന ആൾക്ക് എൻ്റെ സ്വരൂപത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ടത്തരമെല്ലാം ചോദിക്കാം. പക്ഷേ ഇതല്ല ശരി സ്വരൂപം. ഈ സ്വരൂപത്തിൽ നിന്നും വിട്ട് ഇതൊക്കെ പോകും, നശിച്ചു പോകുന്നത്. ശരീരം എന്ന് പറഞ്ഞാൽ തന്നെ ചീഞ്ഞു എന്താണ് ശീര്യത ശിഥിലീകരിക്കപ്പെട്ടു പോകുന്ന വസ്തുവാണ് ശരീരം. ദഹിച്ചു പോകുന്നതാണ് ദേഹം. അപ്പം ഇതൊന്നും അല്ല സ്വരൂപം. നാശമില്ലാത്തതായ ഒരു വസ്തുവുണ്ട്. അതിനെയാണ് കഠോപനിഷത്തിൽ നചികേതസ് ചോദിക്കുന്നത്. അതുതന്നെയാണ് മൈത്രേയി യാജ്ഞവൽക്കിനോട് ചോദിക്കുന്നു. അപ്പോൾ അതുതന്നെയാണ് ആ ആത്മാവാണ് കാണപ്പെടേണ്ടതായിട്ടുള്ള വസ്തു, കേൾക്കപ്പെടേണ്ടതായിട്ടുള്ള വസ്തു എന്ന് പറഞ്ഞ് ആത്മസ്വരൂപത്തെ ഉപനിഷത്തുകൾ ഉപദേശിക്കുന്നുണ്ട്. ഈ ആത്മവസ്തുവിനെ നമുക്ക് ഒരു അതായത് ഇവർ പറയുന്ന ഉപനിഷത്തുകളും മറ്റും പറയുന്ന പോലെ നാശമില്ലാത്ത ആനന്ദം, ആനന്ദ അവബോധം, സാന്ദ്രമായ ആനന്ദമാണ്. കട്ട പിടിച്ചിരിക്കുന്ന ആനന്ദക്കട്ട എന്നൊക്കെ പറയും. അത് എന്താണ്? അത് അടുത്ത വാക്കി പറയുന്നത് അത് അവബോധമാണ്, ബോധമാണ്, ജ്ഞാനമാണ്, അറിവാണ്. സാന്ദ്രാനന്ദ അവബോധമാണ്. അത് മറ്റൊന്നിനും തുല്യമല്ലാത്തതുമാണ്, അനുപമിതമാണ്, കാലദേശാവധിഭ്യാം നിർമുക്തവുമാണ്. കാലവും ദേശവുമാകുന്ന പരിധികൾക്കപ്പുറത്തുള്ളതാണ്. കാലദേശാവധിഭ്യാം നിർമുക്തം, നിത്യമുക്തം, എന്നും മുക്തമായിരിക്കുന്ന, ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാത്തതായ ശരീരമൊക്കെ ഒരു ബന്ധമാണ്. ശരീരമാണ് നമുക്ക് ആദ്യത്തെ അറ്റാച്ച്മെൻറ്റ്. കാരണം രാവിലെ എണീക്കുമ്പോൾ ഇവിടെ തൊട്ട് നോക്കിയുമ്പോൾ ഉറപ്പുണ്ട്, ജീവനുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മൾ പുറകെ പോവുകയാണ്. അപ്പോൾ ഏറ്റവും വലിയ നമ്മളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന ഈ സാധനം ശരീരമാണ്. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെയുള്ള സകല ബന്ധങ്ങളിൽ നിന്ന് നിർമുക്തവും നിത്യമുക്തവും ശാസ്ത്രങ്ങൾ കൊണ്ട് ഘോഷിക്കപ്പെടുന്നതുമായ ആ ഒരു തത്വത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പറഞ്ഞത് തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. തൊട്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭട്ടതിരി അത് എഴുതുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു വസ്തുവിനെ ഒരു വാക്കുകൾ കൊണ്ട് മാത്രം വർണ്ണിക്കുന്ന ഒരു വസ്തുവിനെ ഇങ്ങനെ നമുക്കത് ഫീൽ ചെയ്യാൻ, നമുക്ക് നേരിട്ട് കണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പര്യാപ്തമാക്കുന്ന രൂപത്തിലാണ് പുരാണങ്ങൾ ഈ പറയുന്ന നമ്മുടെ ഈശ്വര സങ്കല്പത്തെ കൊണ്ടുവരുന്നത്. നമ്മൾ ഈ പറയുന്ന അവതാരങ്ങളെക്കുറിച്ച് പറയുന്നതും ഏത് അവതാരങ്ങൾ, ഏത് ദേവതാ സങ്കല്പമായാലും ഈ പറയുന്ന സൂക്ഷ്മ വസ്തുവിനെ ബോധിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു വസ്തു സ്വരൂപം തന്നെയാണ്, പരമാത്മ സ്വരൂപം തന്നെയാണ് സനത്കുമാരൻ എന്ന് പറയുന്ന മഹർഷിയെക്കുറിച്ച് പറയുന്നത്. സനത്കുമാര മഹർഷി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സനത്കുമാരൻ ബ്രഹ്മാവിൻ്റെ 4 മാനസപുത്രന്മാരായി പറയപ്പെടുന്ന, ചെറിയ കുട്ടികളായിട്ടാണ് ഇവർ പറയുന്നത്. സനാതനൻ, സനത്കുമാരൻ, സനാതന, സനത്കുമാരൻ, ഒരാളുടെ ഉണ്ട്, പേര് വിട്ടുപോയി. പേര് ചേർക്കാം, ആർക്കും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. 4 പേരാണ്. ഈ 4 പേരും ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ ഇവർക്ക് യഥേഷ്ടം എവിടെയും സഞ്ചരിക്കാൻ കഴിയുന്ന ആളുകളാണ്. ഇവരെ പലയിടത്തും നമ്മൾ ദക്ഷിണാമൂർത്തി സങ്കല്പവുമായി ബന്ധപ്പെട്ടിട്ട് ഇവരെ കേൾക്കുന്നുണ്ട്. ഇവരാണ് ഗുരുവിനെ അന്വേഷിച്ച് നടന്നിട്ട് ഗുരുഭാവം അന്വേഷിച്ച് നടന്ന സമയത്ത് ശിവനെ കണ്ടപ്പോൾ ശിവൻ ഇവർക്ക് ഗുരു ദക്ഷിണ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നുവെന്നും, ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന വിദ്യാഗുരുവിൻ്റെ സങ്കല്പം പറയുമ്പോഴൊക്കെ ഈ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ 4 പേരെ കുറിച്ചിട്ടാണ്. ഇവർ നിത്യജ്ഞാനസ്വരൂപികളായിട്ടാണ് പറയുന്നത്.
ഈ ശങ്കരാചാര്യ ഗീതാഭാഷ്യം തുടങ്ങുന്നിടത്ത് പറയുന്നുണ്ട്, ഈ സനകാദികളെ സൃഷ്ടിച്ചവർക്ക് നിവൃത്തിധർമ്മത്തെ, ആത്മജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുത്തു നാരായണൻ എന്ന് പറയുന്നുണ്ട്. നാരായണൻ എന്ന് പറഞ്ഞാൽ നരാണാം അയനം, നരന്മാർക്ക് അയനമായിട്ടുള്ള ലക്ഷ്യമായിട്ടുള്ള സ്ഥാനം നാരായണൻ പരമാത്മാവ് ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇവരിൽ ഒരാളാണ് സനത്കുമാരൻ. ഈ സനത്കുമാരനും നാരദനും തമ്മിലുള്ള ഒരു സംവാദം, അവർ തമ്മിലുള്ള ഒരു സംഭാഷണം ഛാന്തോക്യ ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ഒരു കഥയാണ്. എല്ലായിടത്തും കഥകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കഥ പറയാം. ഈ നാരദൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള ആളാണ്. എവിടെയും ഏഷണി പറയുന്ന ഒരു ആളുകളെ തമ്മിൽ തല്ലിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നാരദനെ നമ്മൾ കേട്ടിട്ടുള്ളത്, അല്ലേ? നാരദൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, അയാളൊരു നാരദനാണ് എന്നാണ് പൊതുവെ പറയുന്നത്. എവിടെയെങ്കിലുമൊക്കെ പോയി ഏഷണി പറയുന്ന ആളെ കുറിച്ച് പറയുന്നത്. ആ നാരദനല്ല ഈ നാരദൻ. നാരദനെ കുറിച്ച് പറയുന്ന സമയത്ത്, നാരദൻ എന്ന് പറഞ്ഞൊരു പുസ്തകം ഈ രാമകൃഷ്ണ മിഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സിദ്ധിനാഥാനന്ദ സ്വാമി എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു, നാരം ദദാതീതി നാരദ. നാരം എന്ന് പറയുന്നത് നരായ യോഗ്യം, ഉചിതം. മനുഷ്യന് ഉചിതമായിട്ടുള്ളത്, യോഗ്യമായിട്ടുള്ളത് എന്തോ അത് നൽകുന്ന ആളാണ് നാരദൻ. അപ്പോൾ അത് ഉചിതമായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ആത്മജ്ഞാനമാണ്. മനുഷ്യന് ഏറ്റവും ഉചിതമായിട്ടുള്ള ആത്മജ്ഞാനത്തെ നൽകുന്ന ആളാണ് നാരദൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ നാരദൻ്റെ കഥകളൊക്കെ ഭാഗവതം സപ്താഹങ്ങൾ കേട്ടിട്ടുള്ള ആളുകൾ നാരദൻ്റെ കഥകൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്ത ഒരു കഥയാണ് ഞാൻ പറയുന്നത്. നാരദൻ ഈ ഛാന്തോക്യോപനിഷത്തിലുള്ള ഒരു കഥയാണ്. 7-ാം അധ്യായത്തിൽ ഒരു കഥ. നാരദൻ ഇങ്ങനെ സനത്കുമാരനെ സമീപിച്ചിട്ട് പറയുകയാണ്, അങ്ങേപ്പോലുള്ള ആളുകൾ പലയിടത്തും പോയി പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, തരതി ശോകമാത്മവിദ്, ആത്മജ്ഞാനി ദുഃഖത്തെ തരണം ചെയ്യുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് ദുഃഖമുണ്ട്. സോഹം ശോചാമി തമ്മാം ശോകസ്യ പാരം താരയിതു എന്ന് പറഞ്ഞു. അതായത് എനിക്ക് ദുഃഖമുണ്ട്, എന്നെ ഈ ദുഃഖത്തിന് മറുകര കടത്തി തരണം എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ചോദിച്ചു, അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ഗുരുവായിട്ട് സ്വീകരിച്ചിട്ടാണ് നാരദൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ സനത്കുമാരൻ ചോദിച്ചു, അങ്ങേക്ക് എന്തൊക്കെ അറിയാം? അങ്ങേക്ക് എന്തൊക്കെ അറിയാം? അതിൻ്റെ അപ്പുറത്തുള്ളതല്ലേ ഞാൻ പറയേണ്ട കാര്യമുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് എനിക്ക് അറിയാമെങ്കിലേ പറയേണ്ട കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഉപനിഷത്തുകൾ എല്ലായിടത്തും അങ്ങനെയാണ്. ഋഷിമാർ ഒരിടത്തും പറയുന്നില്ല ഞാൻ എല്ലാം പറഞ്ഞു തന്നേക്കാം, നീ അങ്ങോട്ട് വന്നാൽ മതി, ഞാൻ എല്ലാം പറഞ്ഞു തന്നേക്കാം എന്നൊരു ഗുരുവും പറയുന്നില്ല. നിങ്ങൾ പലയിടത്തും പ്രശ്നോപനിഷത്ത് തുടങ്ങി പല ഉപനിഷത്തുകളിലുണ്ട്. ചോദിക്കുന്ന സമയത്ത് പറയും, നിങ്ങൾ ഇഷ്ടം പോലെ ചോദിച്ചോളൂ, എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അറിയാവുന്നത് മാത്രമേ പറയുള്ളൂ, അതും ചോദിക്കുമ്പോഴേ പറയുള്ളൂ. അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഈ വേദാന്ത കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ സ്വഭാവമാണ്. അത് ഉപനിഷത്തുകളിലുണ്ട്, ഗീതയിലുണ്ട്. കൃഷ്ണനെ നമുക്ക് 2-ാം അധ്യായത്തിൽ നമ്മൾ കൃഷ്ണന്റെ ഭാഗത്ത് അർജുനൻ ഇങ്ങനെ പറയുന്ന സമയത്ത് അർജുനൻ വല്ലാതെ നിലവിളിക്കുമല്ലോ, എനിക്ക് ഇവരെയൊന്നും കൊല്ലാൻ പറ്റില്ല, കൊന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മഹാപാപമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിലവിളിക്കുന്ന സമയത്ത് കൃഷ്ണൻ വളരെ കൂളായിട്ട് കളിയാക്കിയിട്ട് പറയും, നീ എന്താണ് ഈ നപുംസകങ്ങളെ പോലെ സംസാരിക്കുന്നത്? കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന ക്ലൈബ്യം മാസ്മഗമ എന്ന് പറയും. നീ ഇങ്ങനെ നപുംസകങ്ങളെ പോലെ ആകരുത്. നൈത ത്വയ് ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തവ എന്ന് പറയുന്ന സമയത്ത് അർജുനൻ തോന്നി, ഞാൻ ഇത്ര വലിയ ധർമ്മശാസ്ത്രങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ട് പറയുകയാണ്, എന്താണ് കുടുംബം നശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആണുങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ, യുദ്ധത്തിൽ നശിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ധർമ്മദോഷങ്ങളൊക്കെ ച്യുതി ഉണ്ടാകുമെന്ന് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഈ മനുഷ്യനിത് മനസ്സിലായില്ലേ, എന്നിട്ട് ഇയാൾ എന്നെ കളിയാക്കിയിട്ടല്ലേ പറയുന്നത് എന്ന് അർജുനന് ആദ്യം ചിന്തിച്ചു. പക്ഷെ അർജുനന് പിന്നെ മനസ്സിലായി ഇയാൾ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന്. അപ്പൊ അർജുനൻ ചോദിക്കും, കാർപ്പണ്യദോഷോപഹത സ്വഭാവ പ്രച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേതാഹ യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാൻ ത്വാം പ്രപന്നം. ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് കൃഷ്ണൻ ഉപദേശിച്ചിട്ടുള്ളൂ. അതുവരെയൊന്നും കൃഷ്ണൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതുവരെ എന്ത് വേണേലും അർജുനൻ പറഞ്ഞോട്ടെ, ചിരിച്ചുകൊണ്ട് കേട്ടു നിന്നത് മാത്രമേ ഉള്ളൂ. അത് അതിനുശേഷം ശിഷ്യനാണ് എന്ന് പറഞ്ഞ, ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ശാസിതും യോഗ്യ, ഉപദേശിക്കാൻ യോഗ്യനായിട്ടുള്ള ആൾ. അപ്പോൾ അർജുനന് കുറച്ചൊക്കെ അടക്കം ഒതുക്കമൊക്കെ വന്നു എന്ന് തോന്നിയപ്പോഴാണ് അർജുനന് ഉപദേശിച്ചത്. അതുപോലെ ഓരോ ഗുരുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ശിഷ്യന്മാരോട് പറയും, ഇത്രയും കാലം തപസ് ചെയ്യുക, അല്ലെങ്കിൽ അത് പഠിച്ചിട്ട് പോവാ, ഇത് പഠിച്ചിട്ട് പോവാ എന്നൊക്കെ പറഞ്ഞു വരും. ഇപ്പോൾ ഈ ഛാന്തോക്യത്തിൻ്റെ 8-ാം അധ്യായത്തിൽ ഇന്ദ്രൻ എന്ന് പറയുന്ന, നമ്മളെ ദേവേന്ദ്രനായിരിക്കും അറിയില്ല, ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരാളും വിരോചനൻ എന്ന് പറയുന്ന 2 പേരും, ഇങ്ങനെ വിരോചനൻ എന്ന് പറയുന്ന ആളും ഇങ്ങനെ 2 പേര് പ്രജാപതിയുടെ അടുത്ത് ആത്മജ്ഞാനം സമ്പാദിക്കാൻ പോയെന്നും, പ്രജാപതി ആദ്യം തന്നെ പോയി ഒരു 32 വർഷം തപസ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ
തപസ് ചെയ്ത് കുറേ കാലം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ ആദ്യം കേട്ടപ്പോൾ തന്നെ ഇന്ദ്രന് വിരോചന് മനസ്സിലായി ഇത് തന്നെയാണ് കേമം, ഇത് തന്നെയാണ് ആത്മാവെന്ന് വിചാരിച്ച് പോയി. അത് പക്ഷേ ശരീരത്തെക്കുറിച്ചായിരുന്നു. അങ്ങനെ ഇന്ദ്രന് പോകുന്ന വഴിക്ക് തോന്നി ഈ ശരീരം നശിക്കുന്നതല്ലേ, ഇപ്പം ഇങ്ങനെ ശരിയാവില്ലോ, അങ്ങനെ നശിക്കാത്ത വസ്തുവാണല്ലോ ആത്മാവെന്ന് വിചാരിച്ചാണ് ഇന്ദ്രൻ പിന്നെയും പോയി 101 വർഷമോ 102 വർഷമോ മറ്റോ ഇന്ദ്രൻ തപസ് ചെയ്തെന്ന് പറഞ്ഞത്. അപ്പം ഇന്ദ്രൻ പോലും അത്രയും കാലം കഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ ജ്ഞാനം നേടാൻ വേണ്ടി. അപ്പം അങ്ങനെയുള്ള ഈ ആത്മജ്ഞാനത്തെ കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് നാരദൻ പറയുകയാണ്. അങ്ങേപ്പോലുള്ള ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആത്മജ്ഞാനിക്ക് ശോകത്തെ തരണം ചെയ്യാൻ കഴിയും, അതുകൊണ്ട് എനിക്ക് ശോകം ഉള്ളതായിട്ട് തോന്നുന്നു. അപ്പോൾ എന്തൊക്കെ അറിയാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ 4 വേദങ്ങളും പഠിച്ചിട്ടുണ്ട്, പിന്നെ വേദാംഗങ്ങൾ അറിയാം. അങ്ങനെ പറഞ്ഞ് 64 വിദ്യകളും നാരദൻ അറിയാം. എന്നിട്ടും തീർന്നില്ല. നാരദന് ഈ ദുഃഖം തരണം ചെയ്യാൻ കഴിയും. ദുഃഖമുണ്ട് നാരദന്. അപ്പം ദുഃഖത്തെ ഒന്ന് മറുകര കടക്കണം. അപ്പോൾ സനത്കുമാരൻ പറഞ്ഞു ഈ പറയുന്നതെല്ലാം പേരുകളാണ്. ഈ വേദം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നതെല്ലാം നാമങ്ങളാണ്. നാമത്തിനപ്പുറത്ത് എന്തുണ്ട്? അപ്പോൾ ഇങ്ങനെ നാമത്തിനപ്പുറത്ത് വാക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് സനത്കുമാരൻ ഉപദേശിക്കും. കുറേ കഴിയുമ്പോൾ പ്രാണൻ വരെ ഉപദേശിക്കും. പ്രാണൻ വരെ ഉപദേശിച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ അപ്പുറത്തേക്ക് ചോദിക്കാൻ നാരദൻ അറിയില്ല. അപ്പം നാരദൻ മിണ്ടാതായപ്പോൾ പറഞ്ഞു ഇതല്ല, ഇതിനപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞ് പ്രാണനപ്പുറത്തുള്ളതായ പരമാത്മസ്വരൂപത്തെ ഉപദേശിക്കുകയാണ്. അതായത് പ്രാണൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പഞ്ചപ്രാണൻ തന്നെ. പ്രാണ, അപാന, വ്യാനോദാന, സമാനൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഈ മൂക്കിൻ്റെ അറ്റത്തിരിക്കുന്ന ആദ്യം സ്ഥലം വിടാൻ റെഡി ആയിട്ടിരിക്കുന്ന ആളാണ്. പ്രാഗ്ഗമനവാൻ പ്രാണഹ എന്നാണ് പറയുന്നത്. ആദ്യം പോകുന്ന ആളാണ്, ആദ്യം പോകാൻ റെഡി ആയിട്ടിരിക്കുന്ന ആളാണ് മൂപ്പര്. അതുകൊണ്ടാണ് പ്രാണൻ എന്ന അദ്ദേഹത്തിന്. അപ്പോൾ ഈ പ്രാണനെക്കുറിച്ചുള്ള വിദ്യയാണ് അതുവരെയാണ് നാരദൻ ചോദ്യം ചോദിച്ച് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് നാരദൻ വിചാരിച്ചു ഇത് തന്നെയാണ് കേമം എന്ന് വിചാരിച്ചപ്പോൾ പ്രാണവിദ്യ കൊണ്ട് ആകില്ല ആത്മജ്ഞാനം, പ്രാണൻ അപ്പുറത്തുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയും. നാരദനോട് സനത്കുമാരൻ വീണ്ടും പറയുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിനുശേഷം പറയും ഭൂമാവാണ് അറിയപ്പെടേണ്ടതായ വസ്തു. ഭൂമാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതായിട്ടുള്ള ഭൂമാവാണ് ഏറ്റവും വലുത്. അതാണ് സുഖം, അതാണ് അമൃതം. അപ്പോൾ ഈ ഭൂമാവ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച ഈ ഛാന്തോക്യത്തിലുണ്ട്. അത് തന്നെ മറ്റു ഗ്രന്ഥങ്ങളിലും ശങ്കരാചാര്യർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഭൂമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മമാണ്, പരമാത്മാവാണ്. ഈ പരമാത്മാവാണ് അറിയപ്പെടേണ്ടത്. അതായത് പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചവ്യാപാരങ്ങളോട് കൂടിയ പ്രാണ, അപാന, വ്യാനോദാന, ശരീരത്തിൽ 5 തരത്തിലുള്ള ധർമ്മങ്ങൾ ചെയ്യുന്നു. ചലിക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള അന് എന്നുള്ളൊരു ധാതുവുണ്ട്. അതിൽ നിന്നാണ് ഈ പ്രാണ, അപാന, വ്യാനോദാന, സമാന ശബ്ദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ചലനം ചെയ്യുക അത് തന്നെയാണ്. അതിനപ്പുറത്തുണ്ട് ചലിപ്പിക്കുന്ന വസ്തുവുണ്ട്. ചലിച്ചാൽ മാത്രം പോരെ, ചലിച്ചുകൊണ്ട് കാര്യമില്ല, ചലിപ്പിക്കുന്ന വസ്തു വേറെയുണ്ട്. അതിനെയാണ് പറയേണ്ടത്. ഇപ്പോൾ കഠോപനിഷത്തിലും അതുപോലെ മിക്കവാറും ഉപനിഷത്തുകളിലൊക്കെ പറയുന്നുണ്ട് ഭീഷാസ്മാത് വാദഃപവതി ഭീഷോദേതി സൂര്യ ഭീഷാസ്മാത് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമ. ഇതിനെ ഭയന്നിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ടാണ് ഇതിൻ്റെ ശാസനം. ഈ വസ്തു എന്താണെന്ന് വെച്ചാൽ ആത്മവസ്തു, അതിനെ അനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള ദേവതകളും എല്ലാം ചലിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഭീഷാസ്മാത് വാദഃപവതി. വാദഹ എന്ന് പറഞ്ഞാൽ വായു തന്നെയാണ് പ്രാണൻ. വായുവിൻ്റെ വ്യത്യസ്ത ധർമ്മങ്ങൾ വായു നിർവഹിക്കുന്നതുകൊണ്ടാണ് ഈ പ്രാണാപാനാദി പേരുകൾ പറയുന്നത്. അങ്ങനെയുള്ള വായുവിനും അപ്പുറത്തുള്ള ശക്തി ആയിട്ട് പരമാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഭൂമാവാണ് അമൃതമായിട്ടുള്ളത്. അമൃതമായ ഭൂമനെ അറിയണം എന്ന് പറഞ്ഞ് ഈ സനത്കുമാരൻ തൻ്റെ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഉപനിഷത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ അങ്ങനെ പരമമായ വസ്തുവിനെ നാരദൻ മനസ്സിലാക്കി. അങ്ങനെ നാരദന് മനസ്സിലാക്കി കൊടുത്തത് കൊണ്ട് സനത്കുമാരൻ സ്കന്ദൻ എന്നറിയപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. ഈ സനത്കുമാരനെ ആണ് നമ്മുടെ ഉപനിഷത്തുകൾ സ്കന്ദൻ എന്ന്. സ്കന്ദൻ അതായത് ഇയാളുടെ അജ്ഞാനത്തെ ചിതറിച്ച് കളഞ്ഞവൻ. ഇദ്ദേഹത്തിന് നാരദനുണ്ടായിരുന്ന ദുഃഖത്തെ ഇല്ലാതാക്കി കളഞ്ഞ ആളെന്നുള്ള കൊണ്ടാണ് അവിടെ സ്കന്ദൻ എന്ന പേര്. ഈ നമ്മളും സ്കന്ദനെ കുറിച്ചിട്ടാണല്ലോ ഇവിടെ ജിജ്ഞാസ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കഥ ഉപനിഷത്തിലുള്ളത് പറയാമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഈ സനത്കുമാരൻ്റെ അവതാരമായിട്ട് പലയിടത്തും സ്കന്ദൻ എന്ന പേര്
സുബ്രഹ്മണ്യൻ എന്ന പേര് പരാമർശിക്കപ്പെടുന്നുണ്ട് പുരാണങ്ങളിലും മറ്റും. സനത്കുമാരൻ നിത്യബ്രഹ്മചാരിയായിട്ട് തന്നെയാണ് സനത്കുമാരനെ പറയുന്നത്. അദ്ദേഹം നിത്യബ്രഹ്മചാരിയായ അദ്ദേഹം തന്നെയാണ് അത്രേ ഇത് പാർവതിയിൽ സ്കന്ദനായി പരമേശ്വരനിൽ നിന്നും അവതരിച്ചത് എന്ന് കുമാരസംഭവം പോലുള്ള കാവ്യങ്ങളിലും പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് നമുക്ക് അപ്പോൾ അദ്ദേഹം ഗുരുവാണ്, ആത്മജ്ഞാനത്തിൽ ഗുരു തന്നെയാണ് സനത്കുമാരൻ അഥവാ സ്കന്ദൻ. അപ്പം അങ്ങനെയുള്ള സനത്കുമാരൻ്റെ സ്വരൂപം, സ്കന്ദൻ്റെ സ്വരൂപം ജിജ്ഞാസ ചെയ്യുമ്പോൾ, അറിയുവാൻ ആഗ്രഹിക്കുമ്പോൾ, അറിയുമ്പോൾ നമുക്കും ഈ പറയുന്ന സംസാര ദുഃഖങ്ങളിൽ നിന്നും, സംസാര ദുഃഖം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, ജനനവും മരണവും മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അത് തന്നെയാണ്. ജനിച്ചാൽ ജീവിക്കണം, ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കും എന്നുള്ളതിനെക്കുറിച്ച്, മരിക്കുന്നത് എന്നാണെന്ന് മറ്റു ചിലർ ആഗ്രഹിക്കും, മറ്റു ചിലർ മരണം ഉണ്ടാകുമോ എന്ന് വെച്ച് നമ്മളും ഭയക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ജനന മരണ ദുഃഖങ്ങളിൽ നിന്നും മോചനം ഉണ്ടാക്കാൻ നാരദനെ സഹായിച്ച സനത്കുമാരനാകുന്ന സ്കന്ദൻ, നമ്മളുടെ സുബ്രഹ്മണ്യസ്വാമി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവിടെ എത്താൻ കഴിഞ്ഞതിലുള്ള ഈശ്വരാനുഗ്രഹത്തെ ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.